മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയത്തിൽ 23-ാമത്തെ ദശകത്തിൽ 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ശ്ലോകം: ഷഷ്ട്യാ തതോ ദുഹിതൃഭിഃ സൃജതഃ കുലൗഘൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപഃ ത്വസ്തോത്രവർമ്മിതമജാപയതിന്ദ്രമാജോ ദേവത്വദീയമഹിമാ ഖലു സർവദൈത്രഃ. ദക്ഷൻ്റെ കഥയാണ്. അപരോഹി ദക്ഷ, മറ്റേ ബ്രഹ്മാവിൻ്റെ മകനായിട്ടുള്ള ദക്ഷനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അതല്ലാതെ കണ്ട് ചേതസ്സുകളുടെ പുത്രനായിട്ടുണ്ടായ ദക്ഷനെക്കുറിച്ചാണ് ഇവിടെ പറയണത്. പ്രാചേതസ്സനായിട്ടുള്ള ദക്ഷൻ, ചേതസ്സുകളുടെ പുത്രനായിട്ടുള്ള ദക്ഷനെ കുറിച്ചാണ് പറയണത്. ചേതസ്സുകൾക്കുണ്ടായ പുത്രൻ, ദക്ഷൻ ഉണ്ടാവാനായിട്ട് പുത്രനായിട്ട് അനുഗ്രഹിച്ചു, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി. അങ്ങനെ ഉണ്ടായതായിട്ടുള്ള ദക്ഷന് ആദ്യം 10,000 കുട്ടികളുണ്ടായി. അവരൊക്കെ നാരദൻ്റെ വാക്കനുസരിച്ച് ഈ പുത്രന്മാരുണ്ടാവാനുള്ളതായിട്ടുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് ഭഗവാന്റെ വഴിക്ക് തിരിഞ്ഞു. പിന്നെയും 1000 മക്കളുണ്ടായി. അവരും അതുപോലെ സഹോദരന്മാരുടെ വഴിക്ക് തിരിഞ്ഞു നാരദൻ്റെ വാക്ക് കേട്ടിട്ട്. പിന്നെ ഒടുക്കം ദക്ഷൻ ശപിച്ചു നാരദനെ ഒരു ഭാഗത്ത് താമസിക്കാൻ ഇടയാതിരിക്കട്ടെ എന്ന് ശപിച്ചു. അത് നാരദന് സന്തോഷമായി, അത് അനുഗ്രഹമായിട്ട് കണക്കാക്കി എന്നും പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ദക്ഷന് പിന്നെ പുത്രിമാരാണ്, 60 പുത്രിമാരാണ് ഉണ്ടായത്. ബ്രഹ്മാവ് അനുഗ്രഹിച്ചു, ഇനി പുത്രിമാരുണ്ടാവട്ടെ, അവരിൽ കൂടി സർഗം തുടർന്നുകൊള്ളാനായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു ദക്ഷനെ. എന്നിട്ട് പിന്നെ ഉണ്ടായതാണ് ഷഷ്ട്യാ തഥാ ദുഹിതൃഭിഃ സൃജത കുലൗഘൻ. ഷഷ്ട്യ തതഃ അനന്തരം ഷഷ്ട്യാ ദുഹിതൃഭിഃ ഷഷ്ട്യാ, ദുഹിതൃക്കള് പുത്രിമാര്, ദുഹിത എന്ന് വെച്ചാൽ പുത്രി, അതിൻ്റെ തൃതീയ ബഹുവചനാണ് ദുഹിതൃഭിഃ, പുത്രികളെ കൊണ്ട്. എങ്ങനെ പുത്രികളുടെ എത്ര പേരുണ്ടായി? 60 പുത്രികളാണ്. ഷഷ്ട്യ എന്നുള്ളതൊക്കെ ഏകവചനം മാത്രമേ പ്രയോഗമുള്ളൂ, അതുകൊണ്ടാണ് ഷഷ്ട്യ എന്ന് ഏകവചനമായിട്ടാണ്. ദശ എന്നുള്ളത് മുതൽ മുകളിലേക്ക് ഉള്ളതൊക്കെ ഏകവചനമായിട്ടേ പ്രയോഗമുള്ളൂ. അപ്പോൾ ഈ ഷഷ്ട്യ ദുഹിതൃഭിഃ ഷഷ്ട്യ 60 പുത്രിമാരാണ് പിന്നെ ഉണ്ടായത് എന്നാണ്. അങ്ങനെ ആ പുത്രികളെ കൊണ്ട് സൃജത കുലൗഘാൻ സമൂഹങ്ങളെ തന്നെ, അനവധി കുലങ്ങളെ ജനിപ്പിച്ചു. അപ്പോൾ അവിടെ ഓഹ എന്നുള്ളത് സമൂഹം എന്ന് നേരത്തെ പല പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ കുലൗഘാൻ സൃജത, കുലൗഘങ്ങളെ, അനവധി കുലങ്ങളെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്. സൃജത കുലൗഘാൻ ദൗഹിത്രസൂനുഃ അഥ തസ്യ സ വിശ്വരൂപഃ. അദ്ദേഹത്തിൻ്റെ ദൗഹിത്രസൂനുവായിട്ടുള്ള വിശ്വരൂപൻ, തസ്യ ദക്ഷൻ്റെ വിശ്വരൂപൻ എന്നുള്ളതായ ദൗഹിത്രസൂനു, പുത്രിയുടെ പുത്രൻ്റെ പുത്രൻ, ദൗഹിത്രൻ എന്ന് പറഞ്ഞാൽ പുത്രിയുടെ പുത്രൻ, ദൗഹിത്രൻ്റെ സൂനു എന്ന് പറഞ്ഞാൽ പേരക്കുട്ടിയുടെ മകനായിട്ടുള്ള വിശ്വരൂപൻ എന്നാണ് പറയണത്. ദൗഹിത്രസൂനുഃ അഥ തസ്യ സ വിശ്വരൂപ. അഥ പിന്നീട് തസ്യ അദ്ദേഹത്തിൻ്റെ ദക്ഷൻ്റെ ദൗഹിത്രസൂനുഃ പുത്രിയായിട്ടുള്ള 60 പുത്രിമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ 2 പുത്രിമാരാണ് അദിതി, ദിതി. അദിതിയിൽ നിന്ന് ദേവസമൂഹങ്ങൾ, ദേവകുലമൊക്കെ ഉണ്ടായത് അദിതിയിൽ നിന്നാണ്. ദിതിയിൽ നിന്ന് ദൈത്യന്മാർ, അസുരന്മാരൊക്കെ ഉണ്ടായത് ദിതിയുടെ വംശപരമ്പരയായിട്ടാണ്. ഈ അദിതിയും ദിതിയും 2 പേരും കശ്യപ പ്രജാപതിയെയാണ് വിവാഹം ചെയ്തത്. അവർക്ക് 13 പേരെ കശ്യപ പ്രജാപതിക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത്. 13 ഭാര്യമാരാണ് കശ്യപ പ്രജാപതിക്ക് ഉണ്ടായത്. അവരുടെ പേരും കുട്ടികളുടെ പേരും ഒക്കെ ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതായത് ഓരോരോ സമൂഹങ്ങൾ തന്നെയാണ്. ഈ 60 പെൺകുട്ടികളുണ്ടായി എന്ന് പറഞ്ഞല്ലോ. ആ 60 കുട്ടികളിൽ നിന്നാണ് പക്ഷികൾ, നാഗങ്ങൾ, ജലജീവികൾ, അങ്ങനെയുള്ളതായിട്ടുള്ള അനവധി സിദ്ധന്മാർ, വിദ്യാധരന്മാർ, അങ്ങനെയുള്ള സമൂഹങ്ങൾ ഒക്കെ ഉണ്ടായത് ഈ 60 പെൺകുട്ടികളിൽ നിന്നാണ്. ലോകത്തിലെ ഓരോരോ കുലവും ഉണ്ടായത് എന്നാണ്. കുലം എന്ന് പറയുമ്പോൾ ഇവിടെ ചന്ദ്രവംശം, സൂര്യവംശം എന്നുള്ളത് മാതിരിയല്ല പറയണത്. പക്ഷികൾ, മൃഗങ്ങൾ, ജലജീവികൾ,
അങ്ങനെയുള്ളതായിട്ടുള്ള ഹിംസ്ര ജീവികൾ, അങ്ങനെ പല സമൂഹങ്ങളും വൃക്ഷങ്ങൾ എല്ലതും ഉണ്ടായത് ഈ 60 പുത്രിമാരുടെ മക്കളായിട്ടാണ് ഭാഗവതത്തിൽ പറയണത്. അപ്പം ഇങ്ങനെ അതിൽ അതിഥി എന്നുള്ളതായിട്ടുള്ള പുത്രി, ഇതിൽ 13 പേരെ കശ്യപ പ്രജാപതിക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത്. അപ്പം ആ കശ്യപ പ്രജാപതിയുടെ 2 ഭാര്യ, 13 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ 2 പേരാണ് ദിതിയും അദിതിയും. ദിതിയുടെ പുത്രന്മാർ അസുരന്മാർ, അദിതിയുടെ പുത്രന്മാർ ദേവന്മാർ. അങ്ങനെയാണ് ഉണ്ടായത് എന്നാണ്. ആതിഥേയന്മാർ, ആദിത്യന്മാർ എന്ന 12 ആദിത്യന്മാരൊക്കെ പറയുന്നുണ്ട്. അവരിൽ നിന്നാണ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ആദിത്യന്മാരിൽ, അതിഥിയുടെ പുത്രന്മാരിൽ ഒരാളാണ് ത്വഷ്ടാവ് എന്ന് പറയണത്. അതിലൊരു പുത്രനാണ് ത്വഷ്ടാവ്. അതിഥിയുടെ പുത്രനായിട്ടുള്ള, അതായത് ദക്ഷൻ്റെ പുത്രി അതിഥി, അതിഥിയുടെ പുത്രനാണ് ത്വഷ്ടാവ്. ആ ത്വഷ്ടാവിൻ്റെ മകനാണ് വിശ്വരൂപൻ എന്നാണ്. അപ്പോൾ ദൗഹിത്രൻ ആരാണ്? ത്വഷ്ടാവ്. ദൗഹിത്രൻ്റെ പുത്രൻ വിശ്വരൂപൻ. അങ്ങനെ ആ വിശ്വരൂപൻ, അതായത് ദക്ഷൻ്റെ 60 പുത്രിമാരിൽ ഒരുവളായ അതിഥിയുടെ പുത്രനായ ത്വഷ്ടാവിൻ്റെ പുത്രനായിട്ട് വിശ്വരൂപൻ ഉണ്ടായി എന്നാണ്. ദൗഹിത്രസൂനുഹു തസ്യ ദൗഹിത്രസൂനുഹു, ആ ദക്ഷൻ്റെ ദൗഹിത്രസൂനുവായിട്ടുള്ള വിശ്വരൂപൻ, സ വിശ്വരൂപ, ആ വിശ്വരൂപൻ ത്വൽസ്തോത്രവർമ്മിതം അജാപയത് ഇന്ദ്രം ആജൗ. ആജൗ യുദ്ധത്തിൽ, ആജി എന്ന് പറഞ്ഞാൽ യുദ്ധം. ആജിയിൽ യുദ്ധത്തിൽ ത്വൽസ്തോത്രവർമ്മിതം ഇന്ദ്രം അജാപയത്. അജാപയത് എന്ന് വെച്ചാൽ ജയിക്കുക എന്നുണ്ടല്ലോ. അജയത് എന്നുള്ളതിൻ്റെ ഇതാണ് നിച്ച എന്ന് പറഞ്ഞാൽ നിയോഗക്രിയ എന്ന് പറയും. അപ്പോൾ അജാപയത് എന്ന് വെച്ചാൽ ജയിപ്പിച്ചു. ജയിച്ചു, അജയത് ജയിച്ചു, അജാപയത് ജയിപ്പിച്ചു എന്ന്. അതായത് ഇന്ദ്രനെ ജയിപ്പിച്ചു. ത്വൽ സ്തോത്രവർമ്മിതം, എങ്ങനെയായിരുന്നു ഇന്ദ്രനെ ജയിച്ചത് എന്ന് വെച്ചാൽ ത്വൽ സ്തോത്രവർമ്മിതം, അങ്ങയുടെ സ്തോത്രങ്ങളെ കൊണ്ട് ശക്തി ആർജിച്ചതായ ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിപ്പിച്ചു. ആര്? ഈ വിശ്വരൂപൻ. ത്വഷ്ടാവിൻ്റെ പുത്രനാണ് വിശ്വരൂപൻ. ത്വഷ്ടാവിൻ്റെ അമ്മ പക്ഷേ ദിതിയുടെ പുത്രിയാണ് ആര്? ഈ ത്വഷ്ടാവിൻ്റെ അമ്മ രചന എന്ന് പറഞ്ഞിട്ട് ത്വഷ്ടാവിൻ്റെ വിശ്വരൂപൻ്റെ അമ്മ, ത്വഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപൻ അസുരസ്ത്രീയായിട്ടുള്ള രോചനയെ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. അതിൽ അങ്ങനെയുള്ളതായിട്ടുള്ള ആ വിശ്വരൂപൻ ഇന്ദ്രനെ ജയിപ്പിച്ചു. അസുരന്മാരും ദേവന്മാരും കൂടി ഉണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രനെ ജയിപ്പിച്ചു. എങ്ങനെയാണ് ജയിപ്പിക്കാനുള്ളതായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേവേന്ദ്രന് സ്വതേ ബൃഹസ്പതിയാണ് ഗുരു എന്നുണ്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിശ്വരൂപനെ ഗുരുവായിട്ട് സ്വീകരിക്കേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ദേവേന്ദ്രൻ എന്ന് പറയുമ്പോൾ അഹന്ത നല്ലോണം രജോ ഗുണപ്രധാനനാണ് ദേവേന്ദ്രൻ. അപ്പോൾ ദേവേന്ദ്രൻ രജോ ഗുണമുള്ളത് കൊണ്ട് അഹങ്കാരം കുറച്ച് കൂടും. അങ്ങനെ ബൃഹസ്പതി സഭത്തിൽ വന്നപ്പോൾ എണീട്ടില്ല എന്നാണ്. ബൃഹസ്പതി, ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതിയെ ആദരിച്ചില്ല ദേവേന്ദ്രൻ. അപ്പോൾ ബൃഹസ്പതി കോപിച്ച് അവിടുന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമായി. കാണാൻ ഇല്ലാണ്ട്, ഈ ബൃഹസ്പതിയെ കാണാനേ ഇല്ലേ. ദേവസഭയിൽ വന്നിട്ടുള്ളത് ബൃഹസ്പതിയെ കാണാനില്ലാണ്ട് ഈ സർവത്ര തിരഞ്ഞു നോക്കി, പക്ഷേ കണ്ടില്ല. പിന്നെ ഒടുക്കം ബൃഹസ്പതി ഗുരുനാഥൻ പോയി എന്ന് കേട്ടപ്പോൾ അസുരന്മാർക്കൊക്കെ ബലം വന്നു. ഇത് കേട്ട മാത്രമല്ല, അവരൊക്കെ കൂടിയിട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ദേവേന്ദ്രനെ തോൽപ്പിച്ചു അവർ എന്നാണ്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. ഇനി എന്താ ചെയ്യുക? ഗുരുനാഥനെ കാണാനുമില്ല, എവിടെയാണെങ്കിലും ബൃഹസ്പതിയെ കാണാനില്ല. അപ്പോൾ വിശ്വരൂപനെ ഗുരുനാഥനായിട്ട് സ്വീകരിച്ചോളൂ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വേണ്ടത് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. ഒടുക്കം ഈ വിശ്വരൂപനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അസുരസ്ത്രീയാണെന്നുണ്ടെങ്കിലും ഈ ദേവന്മാർ ചെന്ന് അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം ഇതിൽ പെട്ടതാണല്ലോ, ത്വഷ്ടാവിൻ്റെ മകനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നാരായണ കവചം ഉപദേശിച്ചു കൊടുത്തു ദേവേന്ദ്രന് എന്നാണ് പറയണത്. അങ്ങനെ ആ നാരായണ കവചം ഉപദേശിച്ചു കൊടുത്തു. അതനുസരിച്ച് ജപിച്ച് ഈ ദേവേന്ദ്രന് അസുരന്മാരെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചു എന്നാണ് കഥ. അങ്ങനെ അതാണ് ഇവിടെ പറയണത്. ത്വൽസ്തോത്രവർമ്മിതം, അങ്ങയുടെ സ്തോത്രം കൊണ്ട്, ഭഗവാന്റെ സ്തോത്രമായിട്ടുള്ള ആ നാരായണ കവചം കൊണ്ട് ശക്തനായി തീർന്ന ദേവേന്ദ്രനെ ജയിപ്പിച്ചു. യുദ്ധത്തിൽ
ജയിപ്പിച്ചു ആര്? വിശ്വരൂപൻ. എന്നിട്ട് ദേവ ത്വദീയ മഹിമാഖലു സർവജയിത്ര. അപ്പം അവിടെ നാരായണ ഭട്ടതിരി പറയാണ്, അല്ലയോ പ്രകാശിക്കുന്നതായിട്ടുള്ള പ്രകാശശീലനായിട്ടുള്ള ഭഗവാനെ, ത്വദീയ മഹിമ, അങ്ങയുടെ മഹിമ സർവജയിത്ര ഖലു, എല്ലാവരെയും ജയിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ നാരായണ കവചം ജപിച്ചതുകൊണ്ട് ദേവേന്ദ്രന് ജയിക്കാൻ സാധിച്ചു അസുരന്മാരെ എന്നുള്ളതാണ്. അപ്പം അതൊരു വലിയ കഥ. ഭാഗവതത്തിലത് വളരെ വലിയ കഥയായിട്ടാണ് പറയണത്. ഇതിൽ വളരെ ചുരുക്കിയിട്ട് ഇങ്ങനെയൊരു ശ്ലോകത്തിൽ അത് അവസാനിപ്പിച്ചു. അതായത് 60 പെൺകുട്ടികളുണ്ടായതിൽ ദക്ഷന് പുത്രിയായിട്ടുള്ള അതിഥിയിൽ 12 ആദിത്യന്മാരുണ്ടായി. ആ ആദിത്യന്മാരിൽ ഒരുവനായിട്ടുള്ള ത്വഷ്ടാവ്, ആ ത്വഷ്ടാവിൻ്റെ പുത്രനാണ് വിശ്വരൂപൻ. ആ വിശ്വരൂപനെ തൽക്കാലത്തേക്ക് ഗുരുനാഥനായിട്ട് സ്വീകരിച്ചു അപ്പോൾ ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം നാരായണ കവചം ജപിച്ചിട്ട് അസുരന്മാരെ ജയിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ കഥയിൽ പറയണത്. അതായത് വളരെ ചുരുക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു പോയതേ ഉള്ളൂ ആ കഥ. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കഥ ബാക്കിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വിശ്വരൂപൻ തന്നെ, വിശ്വരൂപൻ്റെ അമ്മ അസുരസ്ത്രീയാണല്ലോ. അപ്പോൾ ആ കുലത്തിലുള്ളതായിട്ടുള്ള അവരോടൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു വിശ്വരൂപന് എന്നാണ്. അപ്പോൾ എന്നിട്ട് അതുകൊണ്ട് ഈ വിദ്യകൾ ദേവന്മാരൊക്കെ ഉപദേശിച്ചു കൊടുത്തതിൻ്റെ ഒരു ഭാഗം, യാഗം ചെയ്തതിൻ്റെയൊക്കെ ഒരു ഭാഗം അസുരന്മാർക്കും കൊടുത്തു ഒപ്പം എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ദേവന്മാർക്ക് ദേഷ്യം വന്നു. തങ്ങൾ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ട് പിന്നെ അസുരന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വിശ്വരൂപനെ അങ്ങോട്ട് വധിച്ചു ദേവേന്ദ്രൻ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ബ്രഹ്മഹത്യാപാപമൊക്കെ ഉണ്ടായി ദേവേന്ദ്രന് എന്നൊക്കെ ഒരു കഥയുണ്ട്. അത് പറയണില്ല. ഷഷ്ട്യാ തതോ ദുഹിതൃഭി, അതിനുശേഷം ദുഹിതൃഭി ഷഷ്ട്യാ, പുത്രിമാരുടെ 60 പേരെ കൊണ്ട് കുലൗഹാൻ സൃജത, കുലൗഹങ്ങളെ, അനവധി കുലങ്ങളെ സൃഷ്ടിച്ചതായ ആ ദക്ഷന്, ആ ദക്ഷന് ഉണ്ടായതായ പുത്രൻ ദൗഹിത്രസൂനുവായിട്ടുണ്ടായതായ വിശ്വരൂപൻ, ദൗഹിത്രസൂനു പുത്രിയുടെ പുത്രനായിട്ടുണ്ടായതായ ആ വിശ്വരൂപൻ ദേവേന്ദ്രനെ സ്തോത്രവർമ്മിതം ഇന്ദ്രം, അങ്ങയുടെ സ്തോത്രം കൊണ്ട് ശക്തനായി തീർന്ന ഇന്ദ്രനെ ആജിയിൽ യുദ്ധത്തിൽ അജാപയത് ജയിപ്പിച്ചു. അങ്ങനെ അങ്ങയുടെ മഹിമ കൊണ്ടാണ് ദേവേന്ദ്രൻ അങ്ങനെ ജയിച്ചത് എന്ന് പറയുന്നു ഭട്ടതിരിപ്പാട്. തോ ദുഹിതൃഭി സൃജത കുലൗഹൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപ ത്വസ്തോത്രവർമ്മിതമജാപയതിന്ദ്രമാജോ ദേവത്വദീയ മഹിമാ ഖലു സർവജൈത്രഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പെൺമക്കളങ്ങറുപതാൽ കുലപുഷ്ടി ചെയ്തു തൽപുത്രിപുത്രസുതനായൊരു വിശ്വരൂപൻ ശക്രന്നു യുദ്ധവിജയം തവ കീർത്തനാൽ ചെയ്ത മട്ടലീശ മഹിമാ തവ വിശ്വജിത്താം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.